ഈ കാണുന്നൊരു ഓട് വർക്കാണ്. ഇതിലൊരു ചെറിയ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി നോക്കിയതാണ് ഒരു സൈറ്റ്. പക്ഷെ ഇവർ പറയുന്നത് നമുക്ക് ഇവിടെയുള്ള തൂണുകളൊക്കെ ചെറിയ തൂണുകൾ വെച്ചിട്ടാണ് ഓട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തൂണുകളൊക്കെ മാറ്റി ഇതിൻ്റെ മുകളിൽ വെച്ച ബീമൊക്കെ മാറ്റി മൊത്തം വർക്കൊന്ന് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ ചെയ്തതൊക്കെ കുറച്ച് ഫാൾട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. തൂണിൻ്റെ അകലം വളരെ കൂടുതലാണ്, അതിൻ്റെ മുകളിൽ വെച്ച ബീം കനം കുറവാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ ഈ സൈറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന വേറെ ഈ ഒരു മെത്തേഡിലല്ല. നമുക്ക് തൂണുകളൊക്കെ പരമാവധി ഓട് വർക്കിനൊക്കെ വരുമ്പം പരമാവധി അടുപ്പിച്ചാണ് തൂണുകൾ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ വരുന്ന ബീമായാലും കുറച്ച് ഹെവി ആയിട്ടാണ് വെക്കുന്നത്. അപ്പം ഇതിൽ ഫുള്ളായിട്ട് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റം വരുത്തി. അതുപോലെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗമൊക്കെ ഒഴിവാക്കി ആ വീടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂലയും കുഴിയുടെയൊക്കെ വരുന്ന രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ട്. മൊത്തം ചെയ്യണമെങ്കിൽ കട്ടിങ്ങൊക്കെ വരുന്നിടത്ത് കുഴിയുടെയൊക്കെ ആക്കി ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തം ഓടൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് ചെയ്യാൻ നിന്നില്ല. അന്നേരം അടുത്തൊരു വീഡിയോ ആണ്. വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കഴുക്കോല് കാര്യങ്ങളൊക്കെ ഇതുപോലെ തൂണ് കാര്യങ്ങളൊക്കെ വരുന്നത് പരമാവധി അടുപ്പിച്ചൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ഇവിടെയൊക്കെ കാണുമ്പം കറക്റ്റ് ലോഡ് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ ബെൻഡായിട്ടുണ്ട് തൂണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബീമൊക്കെ നല്ലവണ്ണം വളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ വീട്ടുകാരത് മൊത്തത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞത്. പക്ഷെ ഓട് വർക്കൊക്കെ ചെയ്യുന്ന കൂടുതലും ഭിത്തിയൊക്കെ കെട്ടിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും എല്ലാ ഭാഗത്തും. ഇത് ഇവർ പിന്നീട് റൂം എടുക്കാനുള്ള ലെവലിൽ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഈ വരുന്ന ചില കട്ടിങ്ങുകളൊക്കെ ചില ഭാഗത്തെ കട്ടിങ്ങൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അതേ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ ഇത് അഴിച്ച് ചെയ്യൽ കുറച്ച് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടില്ല. ഇതൊക്കെ അധിക സ്ഥലത്തും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ആൾക്കാർ റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് നോക്കി റേറ്റിൻ്റെ കാര്യമൊക്കെ പേശി കിട്ടുന്ന പൈസക്ക് ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നതാണ് അധിക സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളുള്ള പ്രശ്നം. ഇപ്പോൾ ഓരോ ആൾക്കാരെ വർക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് 10 പേരെ കൊണ്ടുവന്ന് നോക്കിച്ച് 10 റേറ്റ് പറയിപ്പിച്ച് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലുള്ള ആൾക്കാർക്ക് വർക്ക് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. കാരണം ആൾക്കാർ ബഡ്ജറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യും ഇങ്ങനെ. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരാൾക്കാരെ കൊണ്ട് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യണം. അപ്പോൾ മിനിമം മെറ്റീരിയലിനെ കുറിച്ച് അതിൻ്റെ തൂണ് വരുന്നതും കഴുക്കോലൊക്കെ വരുന്നതൊക്കെ ഒരു ഗ്യാപ്പൊക്കെ ഒരു കൃത്യമായിട്ടൊരു ധാരണയാക്കിയിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും വരും. കാരണം വർക്കൊക്കെ ഫിനിഷായി കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് നമുക്ക് അറിയില്ല. ഇവർ പറഞ്ഞ ബഡ്ജറ്റ് വളരെ കുറഞ്ഞ റേറ്റാണ് ഇവർ പറഞ്ഞത്. ഇവർ വർക്ക് കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റാണ് പറഞ്ഞത്. ആ ഒരു റേറ്റിന് ശരിക്ക് നമുക്ക് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ലേബർ ചാർജ് പോലും കിട്ടാത്ത റേറ്റാണ്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മെറ്റീരിയലൊക്കെ ഇത്ര ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പരമാവധി തൂണൊക്കെ കുറച്ച് കൂടെ വലിയ തൂണൊക്കെ വെച്ച് ബീമൊക്കെ ഇതാക്കി ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ. അപ്പോൾ ഇതും അതുപോലെ തന്നെ പൈപ്പടിച്ച് ചെയ്തതാണ്. ഇതിലും ചെറിയ മാറ്റങ്ങൾ
വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ്. ശരിക്കും ഭിത്തിയൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ